തൃത്താലയിലെ മാധ്യമ പ്രവർത്തകരുടെ ഇടപെടലും തൃത്താല പോലീസിന്റെ കരുതലും മാനസിക നിലതെറ്റി അലഞ്ഞു നടന്ന യുവാവിന്റെ പ്രതീക്ഷയറ്റ ജീവിതത്തിന് തുണയാവുകയാണ്. വർഷങ്ങളോളം തെരുവിൽ അലഞ്ഞ യുവാവിനെ ഒടുവിൽ 4 വർഷത്തിന് ശേഷം മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞു. 4 വർഷം മുമ്പ് പോയതാണ്. കണ്ടിട്ട് ഓനെ കാണാൻ പറ്റും. അതിന്റെ മുമ്പ് അവന് മരുന്ന് കൊടുത്തു. പട്ടാമ്പി ചേന ആശുപത്രിയിലെ കാണിച്ചിരുന്നു. മരുന്ന് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അവങ്ങനെ ആയും പോയത്. വീഡിയോ കണ്ടപ്പോ ഞങ്ങൾ കണ്ടു. സാധാരണ ഒരാള് പണിക്ക് പോയിട്ട് വേണം. പട്ടാനാണെങ്കിൽ സുഖമില്ല. പട്ടാമ്പി ചേന ആശുപത്രിയിലെ കാണിച്ചിരുന്നു. 2 പെൺകുട്ടികളെ കല്യാണം വെച്ചു കൊടുത്തു. ഒരമ്മയാണ് വയസ്സായത്. കൊടും വിശപ്പിന്റെ ആകുലതയിൽ മാനസിക നില തെറ്റി ഓർമ്മ നശിച്ച് തെരുവിൽ കഴിയേണ്ടി വരികയും ഒടുവിൽ തൃത്താലയിലെ മാധ്യമ പ്രവർത്തകരുടെ ഇടപെടലിലൂടെ കുമരനല്ലൂർ സ്നേഹാലയത്തിൽ അഭയം കണ്ടെത്തുകയും ചെയ്ത യുവാവിനെ ഒടുവിൽ സ്വന്തം കുടുംബത്തിന്റെ തണൽ. 4 വർഷം മുമ്പ് കാണാതായ മകനെ തേടിയെത്തിയ മാതാപിതാക്കൾ കണ്ണീരോടെയും ആശ്വാസത്തോടെയും മകനെ തിരിച്ചറിഞ്ഞു. ശ്രീകൃഷ്ണപുരം മംഗലാംകുന്ന് കാട്ടുകുളം നീലൻചിറ വീട്ടിൽ വാസുവിന്റെയും അനിതയുടെയും മകനായ 30 വയസ്സുകാരൻ സന്ദീപാണ് ഈ നിർണായക കണ്ടെത്തലിലൂടെ മാതാപിതാക്കളുടെ അരികിലേക്ക് തിരിച്ചെത്തിയത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കുന്നംകുളം കേച്ചേരി ഭാഗത്ത് വെച്ച് വിശപ്പ് സഹിക്കാനാവാതെ തെരുവുനായയുടെ പച്ചയിറച്ചി കഴിക്കുന്ന അവസ്ഥയിലുള്ള സന്ദീപിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൻ പ്രചാരം നേടിയിരുന്നു. ഈ ദൃശ്യങ്ങൾ കണ്ട് പലരും സഹതാപം പ്രകടിപ്പിച്ചെങ്കിലും ഈ മനുഷ്യനെ സുരക്ഷിതമായൊരിടത്തേക്ക് മാറ്റാൻ ആരും മുന്നോട്ട് വന്നില്ല. എന്നാൽ തൊട്ടടുത്ത ദിവസം മേഴത്തൂർ റോഡിലൂടെ അവശനിലയിൽ നടന്നു പോവുകയായിരുന്ന സന്ദീപിനെ തൃത്താലയിലെ മാധ്യമ പ്രവർത്തകർ കണ്ടെത്തി തിരിച്ചറിയുകയായിരുന്നു. ഉടൻ തന്നെ തൃത്താല പോലീസുമായി സ്ഥലത്തെത്തിയ ശേഷം ഭക്ഷണവും കുടിവെള്ളവും നൽകി. തുടർന്ന് സന്ദീപിനെ കുമരനല്ലൂരിലെ സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് മാറ്റുകയായിരുന്നു. ഈ വാർത്ത മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നതോടെയാണ് കാണാതായ മകനെ കുറിച്ച് വാസുവിനും അനിതയ്ക്കും വിവരം ലഭിക്കുന്നത്. ബുധനാഴ്ച രാവിലെ സ്നേഹാലയത്തിലെത്തിയ മാതാപിതാക്കൾ സന്ദീപിനെ കണ്ട് തിരിച്ചറിഞ്ഞതോടെ വികാരാധീനരായി. മാനസിക നില തെറ്റിയ അവസ്ഥയാണെങ്കിലും അമ്മയെ കണ്ട സന്ദീപും മകനെ തിരികെ കിട്ടിയ സന്തോഷത്തിൽ അമ്മ അനിതയെയും പരസ്പരം സ്നേഹചുംബനങ്ങൾ കൈമാറിയത് കണ്ടു നിന്നവർക്കും നൊമ്പരവും സന്തോഷവും പകർന്നു. ഏറെ സന്തോഷവും സങ്കടവും ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണിത്. കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ മറ്റൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതായത് വിശപ്പിന്റെ കാഠിന്യത്തിൽ നായയുടെ മാംസം ഭക്ഷിക്കുന്ന ഒരു വീഡിയോ. അത് വളരെ കാണുന്ന ഏതൊരു കഠിന ഹൃദയമുള്ളവന്റെ മനസ്സ് ഉറച്ചു പോകും. അങ്ങനത്തെ ഉള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോ അത് അവിടുത്തെ ഏതൊരു മാധ്യമ പ്രവർത്തകനായിരുന്നു. ആ ഒരു മനസാക്ഷിയുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തെ ഒരു ഇതുപോലുള്ള കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ച് 4 ദിവസത്തിനോ 5 ദിവസത്തിനു ശേഷമാണ് ഇങ്ങനെയുള്ള ഒരു വാർത്ത വരുന്നത്. സ്വന്തം അമ്മയും അച്ഛനും ആ മകനെ കണ്ടെത്തുന്നു, തിരിച്ചറിയുന്നു, അവനെ ഏറ്റെടുക്കുന്നു. പലപ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഇങ്ങനെ മാനസിക മനോനില തെറ്റി അലഞ്ഞു തിരിയുന്നവരൊക്കെ നമ്മൾ കാണാറുണ്ട്. അവർക്കൊക്കെ ഇതുപോലുള്ള അമ്മമാരും അച്ഛന്മാരും കാത്തിരിപ്പുണ്ടാവും, കണ്ണീരോടെ കാത്തിരിപ്പുണ്ട്. ഈ മകനെ കാണാതായിട്ട് 4 വർഷമായി. മാനസിക അസ്വസ്ഥതയുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയതാണ്. അപ്പോ അത് പിന്നീട് ഒരു അലഞ്ഞു തിരിഞ്ഞ് അങ്ങനെ കാണാതായിട്ട് 4 വർഷത്തോളമായി. ഈ 4 വർഷവും ഈ അമ്മയും അച്ഛനും കണ്ണടക്കാതെ കണ്ണീരോട് കൂടിയിട്ടാണ് കഴിയുന്നത്. പല സ്ഥലങ്ങളിലും അവർ അന്വേഷിച്ചിട്ടുണ്ടാകാം, പക്ഷെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടാവില്ല. ആ വീഡിയോ കാണുമ്പോൾ എന്തൊരു ഇതാണ്. സ്വന്തം അമ്മയെ കെട്ടിപ്പിടിക്കണം, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പോലും ആ മകൻ അമ്മയെ കെട്ടിപ്പിടിക്കുന്ന, ഉമ്മ കൊടുക്കുന്ന ഒക്കെ ഇതെന്ന് പറയുമ്പോൾ എത്ര ഒരു ഇതായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിയുന്നവരൊക്കെ കാണുമ്പോൾ അവരെ ഇതുപോലുള്ള പോലീസിന്റെ സഹായത്തോടു കൂടി അവരെ ഇതുപോലുള്ള കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഇതുപോലെയുള്ള അന്തേവാസികളെ പാർപ്പിച്ച് അവർക്ക് ചികിത്സയും മറ്റുമൊക്കെ കൊടുക്കുന്ന എത്രയോ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിൽ എത്തിച്ച് ഇവർക്കൊരു ചികിത്സയും മറ്റുമൊക്കെ കൊടുത്തു കഴിഞ്ഞാലും ഇവരും നമ്മളെപ്പോലെ സാധാരണ മനുഷ്യരായിട്ട് മാറും. ചെറിയൊരു അസ്വസ്ഥത കൊണ്ടോ ചെറിയൊരു പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ഇവർ ഈ രീതിയിൽ റോഡിൽ അലഞ്ഞു തിരിയുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടാകാം. ഇവരുടെ പല ആൾക്കാരുടെ കുടുംബങ്ങളിൽ ഇവരെ വർഷങ്ങളായിട്ട് അന്വേഷിക്കുന്നില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം വേറൊരു വാർത്ത കണ്ടിരുന്നു. അതായത് ബോംബെയിൽ നിന്ന് കാണാതായിട്ടുള്ള ഒരു വ്യക്തി കൊച്ചിയിലെത്തുകയും ആ കൊച്ചിയിൽ നിന്ന് പോലീസിന്റെ സഹകരണത്തോടു കൂടി അവരുടെ വീട്ടുകാരെ കണ്ടെത്തി തിരിച്ചേൽപ്പിക്കുകയും ചെയ്ത
ഇത് കേൾക്കുന്ന പലവരും ഇത് കണ്ടിട്ടുണ്ടാവും, വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മളൊരു മനസാക്ഷി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മനോനില തെറ്റി അലയിഞ്ഞ് തിരിയുന്നവർ നമ്മളെ ചുറ്റുവട്ടത്ത് നമ്മൾ കൺവട്ടത്ത് കാണുകയാണെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുത്തി ഇതുപോലുള്ള കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ തന്നെ അവരുടെ ആംബുലൻസിൽ മറ്റും വന്നിട്ട് അവർ തന്നെ അവിടെ കൊണ്ടുപോകുന്ന രീതിയുണ്ടാവും. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങൾ പറയുകയാണ്, നമ്മളെ ചുറ്റുവട്ടത്ത് ഇതുപോലെ അലഞ്ഞു തിരിയുന്നവരെ, മാനസികാസ്വസ്ഥത കൊണ്ട് അലഞ്ഞു തിരിയുന്നവരൊക്കെ കാണുമ്പോൾ അവരെ മുഷ്പോടുകൂടി കാണാതെ അവരെ അവരുടേതായ രീതിയിൽ ജീവിച്ചോട്ടെ എന്നുള്ള ആ മനോഭാവത്തിൽ നീങ്ങാതെ അവരെ ഇതുപോലെ ചേർത്ത് നിർത്തി അതുപോലെ ഇതുപോലെയുള്ള കേന്ദ്രങ്ങളിലും ഒക്കെ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്കും അവരെ കാത്തിരിക്കുന്ന കുടുംബങ്ങളുണ്ടാവും. ആ കുടുംബങ്ങളിലേക്ക് അവർക്കും എത്തിപ്പെടാൻ പറ്റും. അത് വലിയൊരു പുണ്യമുള്ള ഒരു കാര്യമായിരിക്കാം, വലിയൊരു പവിത്രമായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുപോലുള്ള 1-2 വിഷയങ്ങൾ കൈകാര്യത്തിലുള്ള വ്യക്തികളാണ്. അപ്പൊ അവർക്ക് മതിയായ ചികിത്സ മറ്റൊക്കെ കിട്ടിയപ്പോൾ അവർ നോർമലായിട്ടുള്ള ജീവിതത്തിലേക്ക് നയിക്കപ്പെട്ടിട്ടുള്ള ഒരു രീതിയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യം എല്ലാവരും ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്.